A ship in harbor is safe, but that is not what ships are built for. തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുന്ന ഒരു കപ്പൽ സുരക്ഷിതമാണ്. എന്നാൽ അതിനുവേണ്ടിയല്ല കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത്. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വില്യം ജി ഷെഡ് എന്ന അമേരിക്കക്കാരനായ വേദശാസ്ത്ര പണ്ഡിതൻ്റെ ഒരു വാചകമാണിത്. ക്രിസ്തീയ ജീവിതം ഒരു കപ്പൽ യാത്ര പോലെയാണ്. ഈ ലോകമാകുന്ന കടലിൽ കൂടിയുള്ള യാത്ര. ചില സമയങ്ങളിൽ കടൽ ശാന്തമാകുന്നു, എന്നാൽ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത നിലയിൽ കാറ്റും കോളും തിരമാലകളുമെല്ലാം പ്രതികൂലമായി കടന്നു വരുന്നു. ഇങ്ങനെയുള്ള പ്രതികൂലമായ കാലാവസ്ഥകളിൽ കപ്പൽ മുങ്ങിപ്പോകുമോ എന്നുള്ള സംശയങ്ങളും പരിഭ്രമങ്ങളും ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു തുടർക്കഥ പോലെ ഒരു തിരമാല കഴിയുമ്പോൾ മറ്റൊരെണ്ണം അതിനേക്കാൾ ശക്തിയോടെ കടന്നു വരുന്നു. എൻ്റെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിച്ചു. ഇനി എനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. അവസാനത്തെ കച്ചിത്തുരുമ്പിന് പോലും എന്നെ സഹായിപ്പാൻ കഴിഞ്ഞില്ല. ഇതെന്തൊരു ജീവിതം എന്ന് പറഞ്ഞ് കഴിയുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെന്ന് നമ്മോടെല്ലാവരോടുമായി പറയുവാനുള്ളത് യെശയ്യാപ്രവചനം 43-ാം അധ്യായം. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടിയിരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. നിന്റെ ദൈവവും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. 16-ാം വയസ്സിൽ വീട്ടുകാരെയും നാട്ടുകാരെയും നോക്കാതെ സുവിശേഷ വേലയ്ക്കായി വീട് വിട്ടിറങ്ങിയ ഒരു അനുഗ്രഹീത സഹോദരിയായിരുന്നു 1914-2002 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അന്നമ്മ മാമൻ. സുവിശേഷ സന്ദേശവുമായി ആന്ധ്രയിലെ വിവിധ സ്ഥലങ്ങളിലും വടക്കേ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും യാത്ര ചെയ്ത് ശക്തിയോടെ ദൈവത്താൽ ഉപയോഗപ്പെടുവാൻ പ്രിയപ്പെട്ടവൾക്ക് ഇടയായിട്ടുണ്ട്. വെല്ലുവിളികൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ അന്നമ്മ മാമൻ എഴുതിയ ഒരു ഗാനമാണ് ലോകമാം ഗംഭീര വാരിധിയിൽ വിശ്വാസക്കപ്പലിൽ ഓടിയിട്ട് എന്ന് തുടങ്ങുന്നത്. ഡിയർ ഫ്രണ്ട്സ്, ഈ ലോകമാം ഗംഭീര വാരിധിയിൽ വിശ്വാസക്കപ്പലിൽ യാത്ര ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും. തിരമാലകളെ ജീവിതത്തിൻ്റെ ഭാഗമായി കരുതി അതിനെ ഭയപ്പെടുകയോ എതിർക്കുകയോ ചെയ്യാതെ ധീരമായി തന്നെ അക്കരയെത്തും വരെ ഈ യാത്ര തുടരാം. നമ്മുടെ കപ്പലിൻ്റെ ചുക്കാൻ പിടിച്ചിട്ടുള്ള യേശു കർത്താവ് നമ്മെ വഴിയിൽ വെച്ചിട്ടേച്ച് പോകുന്നവനല്ല. അവിടുന്ന് നമ്മെ സുരക്ഷിതമായി മറുകരയെത്തിക്കുന്നവനാണ്. അതുകൊണ്ട് നമുക്കിന്നിങ്ങനെ ഒരു തീരുമാനമെടുക്കാം. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വെച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. Have a blessed day.